ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറുതായിട്ട് ഉള്ള മേക്കപ്പും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇതാണ് ഞാനിന്ന് ഉടുക്കുന്ന സാരിയും പിന്നെ അതുപോലെ കോസ്മെറ്റിക്കും കമ്മലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ലെൻസ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് മേക്കപ്പ് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫേസിലെ ഗ്ലോ എല്ലാം ഞാൻ ഈ മേക്കപ്പ് ലുക്ക് വേറൊരു ദിവസം റീക്രിയേറ്റ് ചെയ്യാം. ഇന്ന് രാവിലെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ ക്ലിയറും ഇല്ല. അപ്പോൾ ആരും എഴുന്നേറ്റിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഒരുങ്ങാൻ തന്നു. എനിക്കാണല്ലോ ഒരുക്കം കുറച്ച് കൂടുതൽ. ഗ്ലോ കണ്ടുവോ നിങ്ങൾ? അപ്പോൾ എനിക്ക് ഈ എൽഫിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫേസ് ഒരു ബ്ലാക്ക് അടിച്ചോ എന്നൊരു ഡൗട്ട്. അത് വേറൊന്നും കാരണമായിരിക്കില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ആ ഷെയ്ഡ് മാച്ച് ആവുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി പുറപ്പെടുകയാണ്. മേക്കപ്പ് വീഡിയോയും ചെറിയ വ്ളോഗുമാണ് ഞാൻ ഇടുന്നത്. മേക്കപ്പ് വീഡിയോ ഞാൻ കണ്ടില്ല, അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഹോട്ടലിൽ നിർത്തി അവിടെ ഉള്ള പ്രഹസനം ഇത്. എവിടെ കണ്ണാടി കണ്ടാലും ഒരു മിറർ സെൽഫിയോ ഇതുപോലെ അഭിപ്രായങ്ങളോ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഹോട്ടലിൽ ഫുഡിന് വെയിറ്റ് ചെയ്യാന്ന്. പിന്നെന്താ, വീട്ടിൽ നിന്ന് എനിക്ക് ഫുൾ ലുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലിയും വടയും ഓർഡർ ചെയ്തു. അതുപോലെ ഗീ റോസ്റ്റ്, പിന്നെ മസാല ദോശ. മൈസൂർ പോകുമ്പോഴുള്ള ആ ഒരു കാര്യം ഓർക്കാൻ പറ്റുന്നില്ല എനിക്ക്. നമ്മൾ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു, അവിടെ ഫുഡൊന്നും എനിക്ക് ശരിയായിട്ടില്ല. അങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ടേ പോകുന്നു. നെറ്റൊക്കെ പെട്ടെന്ന് തരുന്നത്. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ റോഡൊക്കെ പണി എടുത്തതുകൊണ്ട് എവിടെയാണെന്ന് പ്ലേസ് എന്ന് വരെ അറിയാൻ പറ്റുന്നില്ല. ഈ അമ്പലത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് മറന്നുപോയി കേട്ടോ. നമ്മൾ ശ്രീ രാജേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കയറിയാണ്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് മാറിപ്പോയിന്ന്. അങ്ങനെ കുഴപ്പമില്ല, ദൈവങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയല്ലേ. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചിട്ട് പോവാണ്. മോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, അങ്ങോട്ടിങ്ങോട്ട് ഓടുകയാണ്. ഒരു പ്ലേസിൽ നിൽക്കുന്നില്ല. എല്ലാ കുട്ടികളും ഇങ്ങനെയാണോപ്പാ, എന്നാലും കയ്യിലെങ്കിലും നിൽക്കൂലേ. അങ്ങനെ പറശ്ശിനിലേക്ക് പോവുകയാണ്. വിസ്മയിൽ കയറിയില്ലെങ്കിൽ വിസ്മേൻ്റെ ബോർഡ് എടുത്തു വീഡിയോ. നമ്മൾ പറശ്ശിനിക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ പോകാമെന്ന് വിചാരിച്ചു. എവിടെ അറിയാം, തൃക്കരിപ്പൂർ ഫെസ്റ്റ് ഉണ്ടല്ലോ, ഫെസ്റ്റല്ല വീലാൻഡ് പാർക്ക്. പക്ഷെ നടന്നില്ല. ഇവിടുന്ന് തന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ ലേറ്റായിരുന്നു, കുട്ടികളൊക്കെ ഉള്ളപ്പോൾ. അങ്ങനെ നമുക്ക് തോന്നിയതുപോലെ ഒന്നും പോകാൻ പറ്റില്ല. പിന്നെ കുഞ്ഞുമോൾ പിന്നെയും എഴുന്നേറ്റു. മൂത്തമോൾ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ലേറ്റായിട്ടുണ്ടായിരുന്നു, പോകുമ്പോൾ തന്നെ ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാർക്കിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇനി വേറൊരു ദിവസം പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താണ്, തിങ്കളാഴ്ച ദിവസം മോക്ക് ലീവാക്കിയിട്ട് നമ്മൾ പോയതാണ്. പോകാൻ കാരണം വേറെ ഒന്നല്ല, ഞായറാഴ്ചയൊക്കെ ദിവസം ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കില്ലേ, അതാണ്. പിന്നെ പറശ്ശിനിക്കടവെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം മോള് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, ഓടുന്നു. അപ്പോൾ അതിനിടയിൽ പറ്റിയിട്ടില്ല. പിന്നെ അവിടുന്ന് കള്ളുഷാപ്പ്, പിന്നെ അവിടെ നല്ല ഫുഡൊക്കെ കിട്ടുമെന്ന് കേട്ടു. അങ്ങനെ അങ്ങോട്ടേക്കുള്ള നടപ്പിൽ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റി. അങ്ങനെയാണിത്. പിന്നെ അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ് കള്ളുഷാപ്പിലേക്ക്. ഒരുപാട് പേരുണ്ട് കേട്ടോ. അവിടെ നിന്ന് കള്ളും ഭക്ഷണം കഴിക്കാൻ വരുന്നത്. നമ്മൾ കള്ളപ്പവും പിന്നെ മീൻകറിയും അതുപോലെ പന്നിയിറച്ചിയും പിന്നെ ഒരു കുപ്പി കള്ളും വാങ്ങിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. പന്നിയിറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പുറപ്പെടുന്ന വഴി നമ്മൾ ഈ പാലത്തിൻ്റെ അടുത്ത് നിന്ന് പറശ്ശിനിക്കടവിൻ്റെ അവിടെ കാണുന്ന രീതിയിലുള്ള വീഡിയോസും അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കാറ്റായിരുന്നു അവിടെ. ചൂടിന് ചെറിയൊരു ആശ്വാസം കിട്ടിയെന്ന് പറയാം. പറശ്ശിനിക്കടവ് പോകണം നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ്, മുൻകൂട്ടി തീരുമാനിച്ചതൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ പോകാൻ തീരുമാനിച്ചിട്ട് നമ്മളൊക്കെ അവിടെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എന്നിട്ട് നമ്മൾ നേരെ മൈസൂരേക്ക് വിട്ടതാണ്. അപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു ഒരു ദിവസം ഇവിടത്തേക്കായിട്ട് പോകണമെന്ന്. അങ്ങനെ പെട്ടെന്ന് ഇന്നലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ,
പോളിയോ തുള്ളി മരുന്ന് കൊടുത്തിട്ട് എവിടെയെങ്കിലും ഔട്ടിങ് പോകാൻ പറയണമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വൈകുന്നേരം ആയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഞാൻ പറഞ്ഞു പറശ്ശിനിക്കട പോവായിരുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ നാളെ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. പറശ്ശിനിക്കട വന്ന് നേരെ നമ്മൾ ശ്രീരാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. ദൈവമേ എന്ത് ഭംഗിയാണെന്നറിയോ ശിവൻ്റെ പ്രതിമ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറങ്ങി. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടാലും മതി വരുന്നില്ല. അവിടെ നിന്ന് മോള് ഓടിച്ചാടി തുള്ളി. ദൈവമേ പറയണ്ട, ഒരു പ്ലേസിൽ നിൽക്കുന്നില്ല പാവം. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികൾ സ്മാർട്ടായിരിക്കണം ഈ ഏജിൽ. വെറുതെ ചുമ്മാ ഇരിക്കാൻ പാടില്ല. പിന്നെ വേറെ എവിടെയും പോയില്ല കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഒരുപാട് കുഞ്ഞിനും കൊണ്ട് ഇവിടെ ഒന്നും പോകാൻ പറ്റില്ല, അടങ്ങിയൊരു സ്ഥലത്ത് നിൽക്കാത്തതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല.